ഡോക്ടർ സ്വായിൽ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ ഇവിടുത്തെ സെക്കൻഡ് UPS ബാച്ചാണ്. ഫസ്റ്റ് ചാൻസിൽ MBBS ക്രാക്ക് ചെയ്തു. ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് മഞ്ചേരി മെഡിക്കൽ കോളേജ് തുടങ്ങിയിട്ട് 4 വർഷമായി. ആ 4 വർഷമായ കാലഘട്ടത്തിലാണ് സ്വായിന് അവിടെ ജോയിൻ ചെയ്തത്. എത്രത്തോളം എഫേർട്ട് നമ്മളെ കൊണ്ട് ഇടാൻ പറ്റും ആ എഫേർട്ട് നമ്മളിടുക. ചുറ്റും നടക്കുന്നതൊക്കെ നമുക്ക് പ്രതികൂലമായിരിക്കും. ചിലപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ ഒന്നും കാര്യങ്ങൾ നടക്കുന്നുണ്ടാവില്ല. ചുറ്റും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ടാവും. അപ്പോൾ നമുക്കതിനൊക്കെ എക്സ്ക്യൂസ് പറഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ പഠിക്കാതിരിക്കാം. എക്സ്ക്യൂസ് കണ്ടെത്തേണ്ടവർക്ക് എന്തിനും എക്സ്ക്യൂസ് ഉണ്ടാവും. പക്ഷേ പഠിക്കുന്നവർ ഭൂമി കുലുങ്ങിയാലും പഠിക്കുക തന്നെ ചെയ്യും. ഹെന ഫർമിദ ഫാത്തിമ. ഹെന MES മെഡിക്കൽ കോളേജ് പെരിന്തൽമണ്ണ പബ്ലിക് സ്കൂളിൽ +1 +2 അത് വലിയൊരു വർഷം റിപ്പീറ്റ് ചെയ്ത് MES മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ MBBS. എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ടൈം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ടൈം പോയതാണ്, പിന്നെ കിട്ടൂല. പിന്നെ നമുക്ക് ഉള്ളൊരു സിറ്റുവേഷൻ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഒരുപാട് പേര് ഇതേമാതിരി ഡോക്ടറാവണമെന്ന് ആഗ്രഹിച്ചിട്ട് ഇങ്ങനെ ഒരു സെറ്റപ്പ് ഒന്നും കിട്ടാണ്ട് ഡോക്ടറാവാണ്ട് വേറെ എന്തെങ്കിലും താഴത്തെ സംഭവങ്ങളൊക്കെ നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. അവരൊക്കെ ഇങ്ങനെ യൂണിവേഴ്സിലൊക്കെ ഒന്ന് കയറാൻ പറ്റിയിരുന്നെങ്കിൽ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ പാടാണ്, നല്ല കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള എക്സാം ആകുമ്പോൾ നല്ല എഫേർട്ട് ഇട്ടിട്ട് കയറി വരിക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. ഇടയ്ക്ക് നിർത്തിപ്പോയാലോ ബുക്കൊക്കെ എടുത്ത് എറിയാനൊക്കെ തോന്നും, ഇടയ്ക്ക് ഭ്രാന്ത് വന്നിട്ട്. പക്ഷേ നമ്മൾ ആ ഒരു വിശ്വാസത്തോടു കൂടി മുന്നിലേക്ക് പോവുക, എത്തും. ദിൽഷാദ് P. മൻസൂർ യൂണിവേഴ്സലിൻ്റെ ഈ സെക്കൻഡ് പബ്ലിക് സ്കൂൾ ബാച്ചിലാണ് പഠിച്ചത്. അത് കഴിഞ്ഞിട്ട് MES മെഡിക്കൽ കോളേജിൽ നിന്നാണ് MBBS കഴിഞ്ഞത്. ഈ യൂണിവേഴ്സലിൽ ചേർന്നതിൻ്റെ മെച്ചം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെപ്പോഴും ഇപ്പോൾ ഗോയിങ് ബാച്ചുകളുണ്ട് നിങ്ങളെ കൂടെ. ഇതിൽ ചേരാത്ത കുറേ ആളുകൾ, അവരെക്കാളും എന്തായാലും ഒരു പടി മുന്നിലേക്ക് നിങ്ങൾ നിൽക്കുള്ളൂ, അത് ഉറപ്പാണ്. അത് ഞങ്ങൾ ഇപ്പോൾ റിപ്പീറ്റ് ചെയ്യുമ്പോൾ തന്നെ അവരെ കൂടെ നിൽക്കും. വന്ന് പെർഫോം ചെയ്യുമ്പോൾ നമ്മളെക്കാളും എത്രയോ ബുദ്ധിയുള്ള, നമ്മളെക്കാളും ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ള കുറേ ആളുകളെക്കാളും നമ്മളെന്തായാലും ഫ്രണ്ടിലേക്ക് വരും. കാരണം നമുക്ക് ഈ ഒരു 2 വർഷത്തിൽ നല്ല എക്സ്പോഷർ കിട്ടുന്നുണ്ട് ഇവിടെ. ആരും അങ്ങനെ സ്ട്രെസ് എടുക്കരുത് ഈ ഒരു ടൈമിൽ. നമ്മൾ മാക്സിമം ഫ്രീ ആയിട്ട് എന്താ പറയുക, നമുക്ക് ഒരു ചെറിയ പ്രഷർ വേണം കിട്ടാനുള്ള ഒരു പ്രഷർ. അല്ലാണ്ട് അത് കൂടുതൽ നമ്മൾ പ്രഷർ അനുഭവിച്ച് കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് കുറയുക കൂടില്ല. പിന്നെ ഈ UPS ചേർന്നതിൻ്റെ ഒരു മെയിൻ മെച്ചം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ AFSR ഉണ്ട്. AFSRനെ പോലെ മോട്ടിവേറ്റ് ചെയ്യണ ഒരാൾ വേറെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞാൻ കണ്ടിട്ടില്ല. വേറെ അങ്ങനെ ഒരു മോട്ടിവേഷൻ ഒരു ഭാഗ്യമാണ്. വൈഷ്ണവ് R. വിജയ് 2018 ബാച്ച്. 2018 MBBS കയറിയത്. MES മെഡിക്കൽ കോളേജിൽ നിന്നാണ് MBBS പൂർത്തിയാക്കിയത്. പറയാനുള്ളത് എന്താ വെച്ചാൽ ഈ ഒരു സമയം ഈ +2 നിങ്ങൾ +2 ബാച്ചല്ലേ, ഈ ഒരു സമയം റിപ്പീറ്റേഴ്സിനേക്കാളും ഏറ്റവും നല്ല എൻട്രൻസ് ക്രാക്ക് ചെയ്യാൻ പറ്റിയ സമയം എന്ന് പറഞ്ഞാൽ +1 +2 ആണ്. ഈ ഒരു 2 കൊല്ലം നിങ്ങൾ ഈ കൊടുക്കണ എഫേർട്ടിന് മറ്റ് റിപ്പീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു പ്രശ്നങ്ങൾ, ഒരു കുത്തലുണ്ടാവും. നിങ്ങൾക്ക് ആ ഒരു എൻജോയ് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന സമയമാണ് ഈ 2 കൊല്ലം, ഈ +1 +2 എന്ന് പറഞ്ഞാൽ. അതിൽ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യേണ്ടത് പണ്ടത്തെ മറ്റേ പുറത്തുള്ള ബാച്ച് കൊണ്ടൊന്നായിരിക്കില്ല. നിങ്ങൾക്കൊരു പോർഷൻസൊക്കെ ഇവിടെ ഒരു 5 മാസം മുമ്പൊക്കെ തീർക്കും. മറ്റേ ഒരു എലൈറ്റ് ബാച്ച്, എലൈറ്റ് റിപ്പീറ്റേഴ്സ് ബാച്ചിന് കൊടുക്കുന്ന പ്രീമിയം ഫാക്കൽറ്റീസ് അങ്ങനെയൊന്നുമില്ല. ഇവിടെ UPSനാണ് ഇവിടെ മെയിൻ മുൻഗണന. UPSന് കൊടുക്കണ അതേ ഫാക്കൽറ്റീസ് ആയിരിക്കും ബാക്കി ബാച്ച്, മറ്റേ റിപ്പീറ്റേഴ്സ് ബാച്ചിനൊക്കെ കൊടുക്കണത്. അപ്പോൾ ആ ഒരു ഇത് നിങ്ങൾ എടുക്കണം. ഈ ഒരു ഫ്രീ ആയിട്ട് പഠിക്കാൻ പറ്റും, നിങ്ങൾക്ക് ഇതിനുള്ള സമയം കിട്ടും ഈ പഠിക്കാനുള്ള.
ഡോക്ടർ ബാദുഷാ യൂണിവേഴ്സൽ പബ്ലിക് സ്കൂളിൽ പഠിച്ചു. +1 +2 പഠിച്ചു. ഒരു കൊല്ലം റിപ്പീറ്റ് ചെയ്തു. അങ്ങനെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് MBBS പൂർത്തിയാക്കി. AF പറയുന്നത് അതേപോലെ തന്നെ കേൾക്കുക, നന്നായിട്ട് പഠിക്കുക. അപ്പം തന്നെ നമുക്ക് ഇപ്പോൾ +1 ഇവിടെ വന്നാൽ പ്രത്യേകിച്ച് ഐഡിയ ഒന്നും ഉണ്ടാവില്ല, എങ്ങനെ പഠിക്കണം, ഏതൊക്കെ ബുക്ക് നോക്കണം. ഒരു ദിവസം AF പറയുമ്പോൾ 8 മണിക്കൂർ പഠിത്തം, 8 മണിക്കൂർ ഉറക്കം, അങ്ങനെ കുറേ പരിപാടികളുണ്ടല്ലോ. അതൊക്കെ നമുക്ക് വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നും. പക്ഷെ മാക്സിമം നമ്മൾ അതിലെത്താൻ നോക്കുക, അപ്പം തന്നെ കിട്ടും. പിന്നെ +1 +2 നന്നായിട്ട് പഠിച്ചാൽ തന്നെ മതി. നന്നായിട്ട് ബേസ് ഉണ്ടായിട്ടില്ല +1 +2. ഡോക്ടർ ഇർത്തിഷാൽ ഇവിടെ +1 +2 യൂണിവേഴ്സൽ പബ്ലിക് സ്കൂളിൽ പഠിച്ചു. അത് കഴിഞ്ഞ് ഒരു കൊല്ലം ഇവിടെ റിപ്പീറ്റ് ചെയ്ത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ MBBS ചേർന്നു. MBBS പൂർത്തിയാക്കി. നിങ്ങളൊക്കെ ഭയങ്കര ഭാഗ്യവാന്മാരാണ്. കാരണം UPS എത്തിപ്പെടാൻ പറ്റുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു കാര്യമാണ്. കാരണം ഫസ്റ്റ് ചാൻസിൽ നിങ്ങൾക്ക് എന്താണോ, ഡോക്ടറാണോ എൻജിനീയർ ആണോ എന്താണോ നിങ്ങൾക്ക് ആവേണ്ടത്, അവിടെ എത്താനുള്ളൊരു ഭയങ്കര വലിയൊരു വഴികാട്ടിയാണ് UPS എന്ന് പറയുന്നത്. നിങ്ങൾക്കൊരു അവസരങ്ങൾ മുന്നിൽ കിട്ടിയിട്ടുണ്ട്, അത് നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് കുറേ ഡിസ്ട്രാക്ഷൻസ് വരും, ഒന്നും മൈൻഡ് ചെയ്യരുത്, ഹാർഡ് വർക്ക് ചെയ്യുക. നമ്മളെ ടെക്സ്റ്റ് ബുക്ക് അല്ലെങ്കിൽ നമ്മുടെ നോട്ട്സ് അതിനോട് ഭയങ്കരമായിട്ട് എന്ത് ചെയ്യുക, അറ്റാച്ച്ഡ് ആയിട്ട് നന്നായി പഠിക്കുക. ഇവിടുത്തെ സാർമാർ എന്താണോ പറയുന്നത് അത് അതുപോലെ കേൾക്കുക. ഒരിക്കലും ഫെയിൽ ആവില്ല. എന്തായാലും നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്ത് എന്തെങ്കിലുമൊക്കെ കാര്യം നിങ്ങൾക്ക് കിട്ടാണ്ടിരിക്കില്ല. ഈ കഷ്ടപ്പെടുന്നതിനെ തടസ്സം ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, അത് നമ്മളിൽ നിന്ന് ഒഴിവാക്കാനുള്ള ശ്രമങ്ങളാണ് ഈ സെഷനിൽ. അത് നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം. നമ്മൾ ഇഷ്ടപ്പെടുന്നൊരു കാര്യം ചെയ്യുമ്പം അത് എത്ര ഭയങ്കര ഹെക്റ്റിക് ആണെങ്കിലും വി വുഡ് ലവ് ഇറ്റ് എന്നുള്ളതാണ്. ദാറ്റ്സ് ഇറ്റ്. തളരാതെ ഇങ്ങനെ മുന്നോട്ട് പോവാ. എസ്കേപ്പ് പറയും പോലെ തളരരുത് രാമൻകുട്ടി എന്ന് എനിക്ക് പറയാനുള്ളൂ.